നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ മാർഗനിർദ്ദേശം പുതുക്കി. DPR 18 മുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണങ്ങൾ ഇളവ് നൽകേണ്ടതില്ലെന്ന് തീരുമാനം. വീണ്ടും കുതിച്ചുയർന്ന പ്രതിദിന രോഗികളുടെ എണ്ണത്തിനൊപ്പം ആശങ്കയും. കേരളത്തിൽ 13,550 രോഗികൾ, പരിശോധിച്ചത് 1,23,225 സാമ്പിളുകൾ. DPR 11%. 104 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 10,283 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം ഇരട്ടിയായി. 1,708 പേർക്ക് രോഗബാധ. DPR 11.97%. 923 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,151. മാസങ്ങളായി തുടരുന്ന കർഷക സമരത്തിന് പിന്തുണയുമായി ട്രേഡ് യൂണിയനും കർഷക സംഘവും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. താനൂരിലെ ഇടത് സഹയാത്രികൻ PP റൌഫ് മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാടെത്തിയ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് റൌഫ്. പല ജില്ലകളിലും കൃത്യമായ റേഷൻ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. പല താലൂക്കുകളിലും സപ്ലൈ ഓഫീസർമാർ വ്യാപാരികളെ ദ്രോഹിക്കുന്നതായും അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഒരാഴ്ച കൂടി നിയന്ത്രണങ്ങൾ തുടരാനാണ് തീരുമാനം. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. DPR 18 മുകളിലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രോഗവ്യാപനത്തിന്റെ തോത് കണക്കാക്കി പ്രദേശങ്ങളെ വിഭാഗീകരിക്കുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ശരാശരി അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6% താഴെയുള്ള A വിഭാഗം 165 പ്രദേശങ്ങളുണ്ട്. TPR 6-നും 12-നുമിടയിലുള്ള B വിഭാഗത്തിൽ 473 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. 12-നും 18-നും ഇടയിൽ TPR ഉള്ള 316 പ്രദേശങ്ങൾ, അവ C വിഭാഗത്തിലാണ്. 80 TPR 18% മുകളിലാണ്. അതാണ് D വിഭാഗം. അപ്പോൾ ഈ വിഭാഗീകരണം അനുസരിച്ചായിരിക്കും വ്യാഴാഴ്ച മുതൽ, അതായത് നാളെ മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ തുടരും. ഒരാഴ്ച കൂടി നിയന്ത്രണങ്ങൾ തുടരാനാണ് തീരുമാനം. ഇന്നു ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്ത പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ തുടരുന്നത്. TPR 18 മുകളിലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. അതേസമയം ചില മേഖലകൾക്ക് ഇളവുകളുണ്ടാകും. 6-ന് താഴെയുള്ള ഇടങ്ങളിലാണ് കൂടുതൽ ഇളവ് നൽകുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നിയന്ത്രണങ്ങൾ വരികയാണ്. നേരത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24% മുകളിലുള്ള സ്ഥലങ്ങളിലായിരുന്നു ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നത്. ഇനി മുതൽ 18% മുകളിലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. 8% താഴെയുള്ള പ്രദേശങ്ങളിലായിരുന്നു നേരത്തെ കൂടുതൽ ഇളവുകൾ ഉണ്ടായിരുന്നത്. അത് 6%ലേക്ക് മാറ്റി. 6 മുതൽ 12 വരെ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കടുത്ത നിയന്ത്രണത്തിന് പകരം ഈ പ്രദേശങ്ങളിൽ ചെറിയ ഇളവുകൾ ഉണ്ടാകും. 12-നും 18-നും ഇടയിൽ പുതിയ ക്രമീകരണങ്ങളും നിലവിൽ വരും. 1.5 മാസത്തോളം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്തതാണ് ആശങ്കയായി തുടരുന്നത്. ഇന്നലെ മാത്രമാണ് TPR 10% താഴെയായിരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന കണക്ക് വർദ്ധിച്ചു. 13,550 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,23,225 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 11%. 104 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 13,093 ആയി. 10,283 പേർ രോഗമുക്തി നേടി. 13,550 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ആകെ 1,23,225 പരിശോധനകളാണ് നടന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 104 പേരാണ് സംസ്ഥാനത്ത് മരണമടഞ്ഞത്. ഇപ്പോൾ 99,174 പേരാണ് ചികിത്സയിലുള്ളത്. ശരാശരി
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10-ന് മുകളിൽ തന്നെ നിൽക്കുകയാണ്. 29.75% എന്ന TPR ആണ് പതുക്കെ കുറച്ച് 10% എത്തിക്കാൻ സാധിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 13,550 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11%. ഇന്ന് 104 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. മലപ്പുറം 1708, കൊല്ലം 1513, തൃശൂർ 1483, എറണാകുളം 1372, പാലക്കാട് 1330, തിരുവനന്തപുരം 1255, കോഴിക്കോട് 1197, ആലപ്പുഴ 772, കണ്ണൂർ 746, കോട്ടയം 576, കാസർഗോഡ് 570, പത്തനംതിട്ട 473, ഇടുക്കി 284, വയനാട് 268 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,23,225 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 104 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,093 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 47 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 12,660 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 753 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 90 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 10,283 പേർ രോഗമുക്തി നേടി. 3,88,083 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. TPR അടിസ്ഥാനമാക്കിയുള്ള തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസത്തെ തന്നെ തുടരുകയാണ്. ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. 1,708 പേർക്ക് രോഗബാധ. തിങ്കളാഴ്ച 824 പേർക്കാണ് രോഗബാധയുണ്ടായിരുന്നത്. സമ്പർക്കത്തിലൂടെ 1,668 പേർ രോഗികളായി. DPR 11.97% ഉയർന്നു. 923 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ഇതുവരെ 1,151 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97% രേഖപ്പെടുത്തി. 1,708 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദഗ്ധ പരിചരണത്തിന് ശേഷം 923 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ കോവിഡ് വിമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർ 3,21,541 പേരായി. ചൊവ്വാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,668 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 18 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 22 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30,856 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,151 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ജില്ലാ ഫോറൻസിക് സയൻസ് ലാബ് ഉദ്ഘാടന ഫലകത്തിൽ നിന്നും സ്ഥലം MLA കുറുക്കോളി മൊയ്തീന്റെ പേരൊഴിവാക്കിയതിനെതിരെ UDF രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് ശിലാഫലകം മാറ്റാമെന്ന ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായി UDF നേതാക്കൾ പറഞ്ഞു. ജില്ലാ ഫോറൻസിക് സയൻസ് ലാബ് ഉദ്ഘാടന ഫലകത്തിൽ നിന്നും കുറുക്കോളി മൊയ്തീൻ MLAയുടെ പേര് ഒഴിവാക്കിയതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. ഫോറൻസിക് സയൻസ് ലാബ് ഇവിടെ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദം നിലനിന്നിരുന്നു. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയെ ആ പരിപാടിയിൽ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്വാഭാവികമായി ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിൽ MP-യും സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിൽ അത് ബന്ധപ്പെട്ട MLA-യുമാണ് അതിൻ്റെ മുൻഗണനയിൽ നിൽക്കേണ്ടത്. 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുവെങ്കിൽ ഒരു മന്ത്രി അധ്യക്ഷനാകാറുണ്ട്, ഒരു മന്ത്രി സ്വാഭാവികമായിട്ടും ഉദ്ഘാടകനുമാകാം. അപ്പോഴും MLA വളരെ പ്രധാനപ്പെട്ട റോളിൽ ഉണ്ടായിരിക്കണമെന്നാണ്. മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് ശിലാഫലകം മാറ്റാമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരിലും ഉറപ്പ് ലഭിച്ചതായി UDF നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എങ്കിൽ ആ ഉത്തരവിൽ പറയുന്നത് കൺസെൻറ്റ് മിനിസ്റ്റർ അധ്യക്ഷനായിരിക്കണം. ഇവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരിപാടിയിൽ ആഭ്യന്തരമന്ത്രിയല്ല അധ്യക്ഷനായിട്ടുള്ളത് എന്ന് മാത്രമല്ല, അപ്പോഴും ബന്ധപ്പെട്ട MLA-ക്ക് വലിയ പരിഗണന കിട്ടിയിരിക്കണം. ശിലാഫലകത്തിൽ നിന്ന് പോലും പേര് നീക്കം ചെയ്യുന്ന വിധം ഒരു അവഹേളനമാണ് ഇവിടെ ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് സമരമുഖത്ത് വരികയും ഈ ആവശ്യം ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഉടനെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് അതുപോലെ തന്നെ DYSP അടക്കമുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടു. DYSP-യുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു. ഇങ്ങനെ ഒരു പാകപ്പിഴവ് സംഭവിച്ചത് ഇവിടെ നിന്നല്ല, അത് ലിസ്റ്റ് ചെയ്തെടുത്ത് വന്നൊരു പാകപ്പിഴവാണ്. അത് ഇനി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ശിലാഫലകത്തിൽ ഭേദഗതി വരുത്തി
MLAയുടെയും MP-ക്കും മതിയായ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ആ ശിലാഫലകം മാറ്റി സ്ഥാപിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പ്രത്യക്ഷ സമരവുമായി UDF നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ജില്ലാ പോലീസ് മേധാവി, തിരൂർ DSP എന്നിവരുമായി നേതാക്കൾ ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി, മണ്ഡലം UDF ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ, കൺവീനർ വെട്ടം ആലിക്കോയ, P സെയ്ദിലി മാസ്റ്റർ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, TC ഇസാഖ്, MP മുഹമ്മദ് കോയ, MT വാസു, ഉസ്മാൻ വെട്ടം, കണ്ടാത്ത് കുഞ്ഞിപ്പ, ഫൈസൽ എടശ്ശേരി, കേടത്തിൽ ഇബ്രാഹിം ഹാജി, നൌഷാദ് പരന്നേക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവങ്ങാടിയിൽ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കോവിഡ് പ്രതിരോധ കിറ്റ് നൽകി ക്ലബ്ബ് പ്രവർത്തകർ. താലൂക്ക് ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് കൊടക്കാട് ഗല്ലി കൂട്ടായ്മ കിറ്റ് നൽകിയത്. ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയവയാണ് 10ഓളം ഡ്രൈവർമാർക്ക് നൽകിയത്. തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ പരിസരത്തെ ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് കോവിഡ് സുരക്ഷാ കിറ്റ് നൽകി കൊടക്കല്ല് ഗല്ലി കൂട്ടായ്മ മാതൃകയായത്. 10ഓളം ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ കിറ്റുകൾ നൽകിയത്. കോവിഡ് കാലത്ത് ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഒരുപാട് സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് എന്നിവ വേണ്ടിവരുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊടക്കല്ല് ഗല്ലി ക്ലബ്ബ് അവർക്ക് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ എന്നിവ നൽകിയത്. ഗല്ലി ക്ലബ്ബ് അംഗങ്ങളായ റസാഖ്, ഷിഹാബ്, വൈശാഖ്, അലി, വഹാബ്, ഫായിസ്, റൌഫ്, അനസ് എന്നിവർ കിറ്റുകൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കൈമാറി. ഈ കോവിഡ് കാലത്ത് നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് പ്രവർത്തകർ നടത്തിവരുന്നത്. ഡ്രൈഡേ ദിനങ്ങളിൽ എല്ലാ വഴിയാത്രക്കാർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഭക്ഷണം നൽകാനും ഇവർ മറന്നിട്ടില്ലായിരുന്നു. കോവിഡ് മൂലം പ്രയാസത്തിലായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഫിറോസ് കുന്നംപറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മൂലം ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. താവന്നൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയായ കൂട്ടായി, പടിഞ്ഞാറക്കര ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് കിറ്റുകൾ നൽകിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് P നസറുള്ള അധ്യക്ഷനായിരുന്നു. കിറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ ഫിറോസ് കുന്നംപറമ്പിൽ നിന്നും ഏറ്റുവാങ്ങി. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും ദുരിതമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ടെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികളാണ്. കാരണം ഓലമേഞ്ഞ് അത് ചോർന്നൊലിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച വീടുകളും, ഇതുപോലെ ചില സമയങ്ങളിൽ ട്രോളിങ് നിരോധനം ഉണ്ടാകുമ്പോൾ പട്ടിണിയാവുകയും അങ്ങനെ പല രീതിക്കും പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനമാണ് 2 മാസം വരെ എന്നുള്ളൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് ഈ കാര്യം അറിയിച്ചപ്പോൾ ഏകദേശം 1000 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് എന്നെ ഏൽപ്പിച്ചു. അതിനകത്തുനിന്ന് 400 എണ്ണം ഞാൻ ഇവിടേക്ക് തന്നിട്ടുള്ളത്. സലാം താണിക്കാട്, K മുസ്തഫ, PC സക്കീർ, T അരിക്കുട്ടി, ഇബ്രാഹിംകുട്ടി, CP മനാഫ്, CP മുഹമ്മദ് ബാവ, കാസി മൂന്നങ്ങാടി, ഉമ്മർ സത്യാക്കൽ, E അരിക്കുട്ടി, ഉമ്മർ പുളക്കൽ, ഫക്രുദ്ദീൻ അലി, C മുനീർ, ജാബിർ തുടങ്ങിയവർ സംബന്ധിച്ചു. കർഷക ദ്രോഹ നിയമങ്ങൾ റദ്ദാക്കുക, കൃഷിയെ രക്ഷിക്കുക, കർഷക സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതി തിരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക ദ്രോഹ നിയമങ്ങൾ റദ്ദാക്കുക, കൃഷിയെ രക്ഷിക്കുക, കർഷക സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത കർഷക സമിതി തിരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹിമാൻ, യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ജനത വലിയുന്നു. കർഷക സമരം തീർപ്പാക്കുക, കർഷക തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ തിരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം തീർപ്പാക്കുക, കർഷക തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹംസ അന്നാര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നഗരിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയെടുത്ത 3 കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭേദമില്ലാതെ കർഷകരുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്.
ഈ ജനദ്രോഹകരമായ കാർഷിക ബില്ലുകൾ പിൻവലിക്കുക എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിടുന്ന വൈദ്യുതി ബില്ലും പിൻവലിക്കുക എന്ന് ഈ കർഷകർ അവരുടെ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ 7 മാസക്കാലമായിട്ടും ഇന്ത്യയിലെ കർഷകരുടെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. KP ഹരീഷ് കുമാർ, മൂസ, അസൈനാർ, കൃഷ്ണൻ, ജാഫർ, KV പ്രസാദ്, കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. 7 മാസക്കാലമായി ഡൽഹിയിൽ നടന്നുവരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ കർഷക സംഘം പ്രതിഷേധ ധർണ നടത്തി. പെരിന്തല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച കർഷക ധർണ സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് K ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയെ വിറ്റുതുലയ്ക്കാതിരിക്കുക. കർഷക ധർണ സിന്ദാബാദ്. കർഷക ധർണ സിന്ദാബാദ്. 7 മാസക്കാലമായി ഡൽഹിയിൽ നടന്നുവരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ കർഷക സംഘം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പെരിന്തല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കർഷക സംഘം തിരൂർ ഏരിയ വൈസ് പ്രസിഡന്റ് K ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KPB ഭാവ അധ്യക്ഷത വഹിച്ചു. K സഞ്ജിത്ത്, UM ഹമീദ്, K ഭരതൻ, TP മോഹനൻ, KP നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കായി SFIയുടെ ഫസ്റ്റ് ബെൽ മൊബൈൽ ചാലഞ്ച്. SFI വേങ്ങര ലോക്കൽ കമ്മിറ്റി നൽകുന്ന മൊബൈൽ ഫോണുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫസ്റ്റ് ബെൽ മിഷൻ 2വിന്റെ ഭാഗമായി SFI വേങ്ങര ലോക്കൽ കമ്മിറ്റി നൽകുന്ന മൊബൈൽ ഫോണുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ എത്തപ്പെട്ടു. ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം അനുവദിച്ചു. ഇന്ന് കോവിഡ് നമ്മളെ പിടിച്ചു കുലുക്കുകയാണ്. സംസ്ഥാനത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വെല്ലുവിളിയായി കുട്ടികൾക്ക് ആവശ്യമുള്ള ഡിവൈസസിൻ്റെ ഒരു കുറവുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് SFIയുടെ നേതൃത്വത്തിൽ മൊബൈൽ ചാലഞ്ച് ആരംഭിച്ചത്. വേങ്ങര LC അതിന് വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് മൊബൈൽ ചാലഞ്ചിലൂടെ ആവശ്യമായ മൊബൈലുകളും ലാപ്ടോപ്പുകളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ്. ഇത്തരം പ്രവർത്തികൾ വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് SFIയുടെ സംഘടനാ പ്രവർത്തനം. ചടങ്ങിൽ SFI വേങ്ങര ലോക്കൽ സെക്രട്ടറി ഷിനോജ്, വൈസ് പ്രസിഡന്റ് അജ്മൽ, DYFI വേങ്ങര മേഖലാ ജോയിന്റ് സെക്രട്ടറി സമദ്, SFI പ്രവർത്തകരായ നിഷാദ്, സ്നേഹ, ശിവഹരി, നിയാസ്, സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടനയുടെ നാൾ വഴിയും ലക്ഷ്യമെന്ന പ്രമേയത്തിൽ പ്രസ്ഥാന പഠനം പുസ്തക ക്യാമ്പയിന് തുടക്കമായി. ഔപചാരിക ഉദ്ഘാടനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും പ്രത്യയശാസ്ത്രപരവുമായ പഠനം വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്ഥാനം പഠനം പുസ്തക ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തലക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രാസ്ഥാനിക പഠനത്തിന് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തുകളിലും ശാഖാതലത്തിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടി ഐഡിയോളജി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സ്ത്രീകളിലേക്ക് എത്തിക്കാൻ, യുവാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അനിവാര്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന തലക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതൊരു മാതൃകയായി എല്ലാവരും സ്വീകരിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. മുസ്ലിം ലീഗ് ചരിത്രം ഉൾക്കൊള്ളുന്ന MC വടകര, MY തങ്ങൾ ഉൾപ്പെടെയുള്ളവർ രചിച്ച 8 പുസ്തകങ്ങൾ മുനവ്വർ ശിഹാബ് തങ്ങൾ ഭാരവാഹികൾക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. യുവാക്കളും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പുതുതലമുറയ്ക്ക് ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ക്യാമ്പയിൻ മാതൃകാപരമാണെന്ന് തങ്ങൾ പറഞ്ഞു. ആദ്യ പുസ്തകം നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KK റിയാസ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ P മൻസൂർ, കാസിം പുല്ലൂരാൽ, K അബ്ദുറഹ്മാൻ, KC ഫൈസൽ, KM ഖലീൽ, റിയാസ് മഞ്ചേരി,
ടി ഷാഫി, മൊയ്തീൻ എന്ന ഉണ്ണി, റാഫി കഞ്ഞിരക്കോൽ, നൌഷാദ് പുല്ലുരാൽ, ജുഗുനു പുള്ളിച്ചോല, അജീബ് കടച്ചിറ, ഷാവുൽ പുളിഞ്ചോട, ആരിസ് കുറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പറവണ്ണ മുറിവഴിക്കലിൽ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മുറിവഴിക്കൽ ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി, ഉസ്മാൻ, ജനിത, വി ലത്തീഫ്, ഹബീബ് റഹ്മാൻ, റാഹിദ, ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, വിവരസാങ്കേതിക വിദ്യ നമ്മുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തിനും മറ്റ് പൊതുജീവിതത്തിനുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അതിൽ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇത്തരം കോമൺ സർവീസ് സെൻ്ററുകൾ. ഇന്ന് എല്ലാ സേവനവും വിരൽ തുമ്പിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് വിവരങ്ങളെല്ലാം വിരൽ തുമ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി നമ്മുടെ കയ്യിലുള്ളൊരു ഡിവൈസ് ഉപയോഗിച്ച് ഏത് സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഏത് ഫീസും ഒക്കെ നമുക്ക് അടക്കാവുന്ന, സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാവുന്ന, അതുപോലെ മറ്റെല്ലാ സേവനവും ഇന്ന് ഡിജിറ്റലാണ്, ഓൺലൈനാണ്. അപ്പോൾ ഗ്രാമീണ ജനതയ്ക്ക് അത് കൂടുതൽ ലഭ്യമാകണമെങ്കിൽ ഇത്തരം സർവീസ് സെൻ്ററുകൾ ആവശ്യമാണ്. ഇടത് സഹയാത്രികനും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന PP റൌഫ് മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാടെത്തി സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചു. സമുദായങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ മുമ്പുള്ളവർ തുടങ്ങിവെച്ച പദ്ധതികളുടെ പൂർത്തീകരണമല്ലാതെ മറ്റു പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും PP റൌഫ് പറഞ്ഞു. ഇടത് സഹയാത്രികനും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന താനൂരിലെ അഡ്വക്കേറ്റ് PP റൌഫ് മുസ്ലിം ലീഗിൽ ചേർന്നു. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെ പൊതുരംഗത്ത് സജീവമായ റൌഫ് MSF സംസ്ഥാന നേതാവായിരിക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തന രംഗത്ത് സജീവമാകുകയായിരുന്നു. ഇടതുമുന്നണി നിയോജക മണ്ഡലം കൺവീനറായി പ്രവർത്തിച്ച റൌഫ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി അബ്ദുറഹ്മാന്റെ ആദ്യ വിജയത്തിന് ചുക്കാൻ പിടിച്ചു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായി. കാലാവധി തീരാൻ ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് സ്ഥാനം രാജിവെച്ച മാതൃസംഘടനയിലേക്ക് തന്നെ തിരികെ പോയത്. സമുദായങ്ങളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്നും പല കാര്യങ്ങളിലും ഇത് വ്യക്തമാണെന്നും ഇത്തരം രീതികളോട് യോജിച്ചു പോകാൻ കഴിയില്ലെന്നും സച്ചാർ കമ്മീഷനും പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത എല്ലാ നടപടികളും അതിന്റെ എല്ലാ അന്തസത്തയും ചോർത്തിക്കളയുന്നതായിരുന്നുവെന്നും അഡ്വക്കേറ്റ് PP റൌഫ് പറഞ്ഞു. രാജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഈ സച്ചാർ കമ്മീഷൻ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള എല്ലാ നടപടികളും എന്താണോ യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ എല്ലാ അന്തസത്തയും ചോർത്തി കളഞ്ഞുകൊണ്ടിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, പാലോളി കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ധാരാളം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ കേരളത്തിലെ സർക്കാർ ഹാജരാക്കി കൊടുത്തില്ല. കൃത്യമായിട്ട് ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെ തന്നെ പരാജയപ്പെടുത്തുന്ന തരത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചത്. താനൂർ മണ്ഡലത്തിൽ സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് പോലുള്ള വികസനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. മുമ്പുള്ളവർ തുടങ്ങിവെച്ച പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമാണ് നടന്നതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ഒന്നും യാഥാർത്ഥ്യമാക്കാൻ MLA എന്ന നിലയിൽ വി അബ്ദുറഹ്മാന് കഴിഞ്ഞില്ലെന്നും റൌഫ് കുറ്റപ്പെടുത്തി. അദ്ദേഹം ചില കാര്യങ്ങൾ മറ്റു പല മണ്ഡലങ്ങളിലും ചെയ്ത വികസനങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ അത്രയൊന്നും വികസനം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. കാരണം 1200 കോടി രൂപ മറ്റു പദ്ധതികൾ ഇവിടെ നടപ്പാക്കി എന്നാണ് വി അബ്ദുറഹ്മാൻ MLA പറയുന്നത്. ബഹുമാനായ MLA ഇന്ന് മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ കടലുണ്ടി തിരൂർ റോഡ് തന്നെ അതൊരു പഴയ സ്കീമിൻ്റെ ഭാഗമായിട്ട് ചമ്രവട്ടം പ്രൊജക്റ്റ് വന്നതിന് ശേഷം കാലിക്കറ്റ് തിരൂർ റോഡ് ഡിസ്റ്റൻസ് 38 കിലോമീറ്ററോളം കുറവാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പദ്ധതി വന്നു. അത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതല്ല. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അതല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഇവിടെ നടപ്പായിരുന്നേ ഉള്ളൂ. തിരൂർ TMG കോളേജിൽ നിന്നും 2 തവണ കോളേജ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട റൌഫ് സെനറ്റ് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കുട്ടി അഹമ്മദ് കുട്ടി, നിയോജക മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ തുടങ്ങി ഒട്ടേറെ നേതാക്കളെ കണ്ട ശേഷമാണ് പാണക്കാടെത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, PMS സലാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, PK ഫിറോസ് തുടങ്ങിയ നേതാക്കളും പാണക്കാട് പങ്കെടുത്തു.
ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ ലൈബ്രറി ഒരുക്കി ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഡിജിബെൽ എന്ന പേരിൽ ആരംഭിച്ച സ്മാർട്ട് ഫോൺ ലൈബ്രറിയിലേക്ക് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റും ചേർന്നാണ് ഫോണുകൾ സംഭാവന ചെയ്തത്. ലൈബ്രറി തിരു MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ക്ലാസ് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ആശ്രയമായിക്കൊണ്ടാണ് ബിപിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിബെൽ എന്ന പേരിൽ സ്മാർട്ട് ഫോൺ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് അധ്യാപികയായ സലീല ഉസ്മാന്റെ കുടുംബ വാട്സ്ആപ്പ് കൂട്ടായ്മ, ഒജിൻ സൂപ്പർ മാർക്കറ്റ് എന്നിവരാണ് സ്മാർട്ട് ഫോണുകൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തത്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ വലിയ മഹത്തുക്കളായ ആളുകളുടെ ഒരു വലിയ പരിശ്രമ ഫലമായിട്ടാണ് ഈ വിദ്യാലയം ഇവിടെ ഉയരുന്നത്. മലപ്പുറം മോഡൽ ഹൈസ്കൂളും കാസർഗോഡ് ഒരു ഹൈസ്കൂളും അത് കഴിഞ്ഞാൽ പിന്നെ പുതിയങ്ങാടിയിലെ ഈ ഹൈസ്കൂളാണ് ആ ശ്രമത്തിന്റെ ഫലമായി ഉയർന്നു വരുന്ന 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിന് നമ്മളെ പഴയ സ്പീക്കറായിരുന്ന സിജി സാഹിബ് ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ ഇവിടെ നിന്ന് മദ്രാസി നിയമസഭയിലേക്ക് വിജയിച്ചു പോയ കുപ്പി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പിന്നിൽ നടത്തിയ വലിയ പരിശ്രമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉയർന്നു വന്ന ഒരു സ്ഥാപനം, ഇതിന്റെ ആ മഹത്വവും ഇതിന്റെ ഐശ്വര്യവും അത് കെടാതെ നമ്മൾ സൂക്ഷിക്കണം. PTA പ്രസിഡന്റ് സമീർ പോക്കയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ, പഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര, സുരേഷ്, സൗദാമിനി തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് IP ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പ്രക്ഷോഭം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിർത്തലാക്കിയ കോവിഡ് ഇതര IP പുനരാരംഭിക്കുക, കുട്ടികളുടെ പ്രാരംഭ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള DEICയുടെ പ്രവർത്തനം പുനരാരംഭിക്കുക, പുതിയ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആശുപത്രിയിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് ലീഗ് ആദ്യം തീരുമാനിച്ചതെങ്കിലും CI സുനിൽകുമാർ ഭാരവാഹികളുമായി ചർച്ച നടത്തി മാർച്ച് ഒഴിവാക്കുകയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ച് 2 ദിവസത്തിനകം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന CI യൂത്ത് ലീഗിന് ഉറപ്പു നൽകിയതോടെയാണ് ധർണ നടത്തി സമരം അവസാനിപ്പിച്ചത്. ധർണാ സമരം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു. രോഗികളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ 10 കോവിഡ് രോഗികൾ 10 മനുഷ്യരെ നിങ്ങൾ കണ്ടാൽ അതിലൊരു പക്ഷേ ഒരാൾ മാത്രമേ കോവിഡ് ഉണ്ടാവുള്ളൂ. ബാക്കി 9 ആളുകൾക്കും വലിയ വലിയ പ്രയാസങ്ങളുണ്ട്. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ആശുപത്രികളെ സമീപിക്കേണ്ടി വരികയാണ്. ഇതൊക്കെ ഇപ്പൊ ചെയ്യേണ്ടത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ലാഭം കൊയ്യുന്നു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയമായിരുന്ന ഈ കേന്ദ്രങ്ങളെ ഇവർ നോക്കുകുത്തിയാക്കി മാറ്റുന്നു. ആവശ്യത്തിന് സ്റ്റാഫ് എല്ലായിടത്തും ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെയും അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പല അസൗകര്യങ്ങളും പറയുകയാണ്. സ്റ്റാഫിന് എന്താണ് ജോലി എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ അലി അക്ബറും റസാഖും സൂചിപ്പിച്ചതുപോലെ ഇതിങ്ങനെ ഒരു കൊടി പിടിച്ച് രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സമരമായിട്ട് ആരും കാണണ്ട. കിടത്തി ചികിത്സ ആരംഭിക്കുന്ന വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് നേരത്തെ യൂത്ത് ലീഗ് നിവേദനം നൽകിയിരുന്നു. കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെടാതെ വന്നതോടെയാണ് യൂത്ത് ലീഗ് സമരത്തിലേക്ക് നീങ്ങിയത്. വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന 2 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. P. ലംറത്ത്, K. കുഞ്ഞിമരക്കാർ, CK റസാഖ്, ഷെരീഫ്, P. അലി അക്ബർ, UA റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ ഡോക്ടർ IP എഴുതി കൊടുത്തു. എന്നാൽ ഇവിടെ കെടുത്താൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും മടക്കി. അതുപോലെ തന്നെ കളിയാട്ടമുക്കുടെ ഖദീജ, അങ്ങനെ ഒരുപാട് ആളുകൾ, ഏകദേശം 100-ലധികം രോഗികളെ, പനിയും ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് കേവലം ഒബ്സർവേഷനിൽ നിർത്തി വിടാവുന്ന രോഗികളെ അടക്കം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റവുമായിട്ടാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പഠനത്തിന് കൈത്താങ്ങായി പൂർവ്വ വിദ്യാർത്ഥികളും. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2008-2009 അധ്യയന വർഷത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് സ്കൂളിന് കൈത്താങ്ങായത്. മൊബൈൽ ഫോണുകളും പുസ്തകങ്ങളുമാണ് ഈ കൂട്ടായ്മ നൽകിയത്. ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2008-2009 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങളും മൊബൈൽ ഫോണും പുസ്തകങ്ങളും വിതരണം ചെയ്തത്. ദേവദാർ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഗണേശൻ, PTA പ്രസിഡന്റ് അനോജ്, ചെയർമാൻ അനിൽ തലപ്പള്ളി, പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച നിതിൻ പൊന്നക്കപ്പാട്ട്, അജ്ജല തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ബാച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അവർ സ്വമേധയായി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഞങ്ങൾ അവരെ സമീപിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈ സ്കൂളിൽ പഠിച്ചു,
ഈ സ്കൂളിന്റെ വിവരങ്ങൾ അറിഞ്ഞു. ആ സ്കൂളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിഞ്ഞു. അവർക്ക് വേണ്ട സഹായം എത്തിക്കാനുള്ളൊരു സന്മനസ് കാണിച്ചു. സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒഴൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി മാമ്പറ്റ രാധ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒഴൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM താനൂർ ഏരിയ കമ്മിറ്റി അംഗം രാധ മാമ്പറ്റ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തിട്ട് ഇവള് ഇറങ്ങി പോകുമ്പോൾ ഇത് നിറച്ച് ജ്വല്ലറിയുടെ പരസ്യമായിട്ട് ഇരുന്നവർ ചെല്ലും. പിന്നെ നമ്മൾ പൊതുവെ അപൂർവം അമ്മായിയമ്മമാരുണ്ട്, കൊണ്ടുവരണം, അവിടുന്ന് ഇത്ര കൊണ്ടുവരണം എന്ന് പറയുന്നത്. എന്നിട്ടെന്താ, എൻ്റെയൊക്കെ കണ്ണിൻ്റെ മുമ്പിലുണ്ട് സാരിക്ക് മാച്ച് ചെയ്ത് മരുമകളെ ഓരോ ഓർണമെന്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രവണത. ഇങ്ങനെ നമ്മൾ രക്ഷിതാക്കളാണ് ഈ അത്യാർത്ഥി മൂത്ത് നിൽക്കുന്നത്. അത് കൂടുതൽ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പരിപാടി ചെയ്യാം. വിദ്യാഭ്യാസം, നല്ല സാമ്പത്തിക ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് നിന്നതിന് ശേഷം അത് കല്യാണം എനിക്ക് കല്യാണം കഴിച്ചു പോകണം എന്നുള്ള താല്പര്യം അങ്ങനെ ഇങ്ങോട്ട് പറയുന്ന കുട്ടികളുണ്ടാവില്ല. അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കോളേജൊക്കെ പോയാൽ ശരി ഇനി കല്യാണം, വിദ്യാഭ്യാസം മതി. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം മുതലേ നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടികൾ ആ നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന് അവരെ നല്ലൊരു ജീവിതം ഉണ്ടാവാനാണ്. അല്ലാണ്ട് ഈ കച്ചവടമല്ല കല്യാണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. നാരായണൻകുട്ടി കോയിശ്ശേരി, രമ PK, C ശശികുമാർ, T രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പല ജില്ലകളിലും കൃത്യമായ റേഷൻ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. പല താലൂക്കുകളിലും സപ്ലൈ ഓഫീസർമാർ വ്യാപാരികളെ പല വിധത്തിലും ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിന്മാറണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ആവശ്യപ്പെട്ടു. പല താലൂക്കുകളിലും കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി നൽകുന്ന അരിയും ഗോതമ്പും മാസാവസാനമായിട്ട് വിതരണത്തിന് ലഭിച്ചിട്ടില്ല. സമാനമായ രീതിയിൽ എല്ലാ മാസങ്ങളിലും കൃത്യമായ വിതരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ എത്താത്ത സ്ഥലങ്ങളുമുണ്ട്. ഞങ്ങളുടെ കണക്കനുസരിച്ച് PMGKY കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരി ഇന്ന് കേരളത്തിലെ പല താലൂക്കുകളിലും വിതരണത്തിന് ലഭിച്ചിട്ടില്ല എന്ന ഖേദകരമായ വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ചില താലൂക്കുകളിൽ ഗോതമ്പ് ലഭിച്ചിട്ടില്ല, ചില താലൂക്കുകളിൽ അരിയും ഗോതമ്പും ലഭിച്ചിട്ടില്ല. പക്ഷേ കാർഡുടമകൾ പലവട്ടം റേഷൻ കടകളിൽ വന്ന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന 5 കിലോ ഭക്ഷ്യധാന്യം നിങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ അത് കൊടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ ഈ റേഷൻ വ്യാപാരിയാണ് അതിന് ഉത്തരവാദിയാകുന്നത്. പല താലൂക്കുകളിലും സപ്ലൈ ഓഫീസർമാർ വ്യാപാരികളെ ദ്രോഹിക്കുന്ന സമീപനമാണുള്ളതെന്നും ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ പറഞ്ഞു. അതേ പ്രകാരം തന്നെ അനാവശ്യമായി പല താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും റേഷൻ വ്യാപാരികൾക്ക് പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ചില താലൂക്കുകളിൽ ഈ ജില്ലയിലുണ്ട്. പക്ഷേ ആ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നല്ലവരാകുന്നതിന് വേണ്ടി റേഷൻ വ്യാപാരികളെ മൊത്തം മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതായി ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. വ്യാപാരികളോട് കാണിക്കുന്ന ഇത്തരം ദ്രോഹ നടപടികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിൻവാങ്ങണമെന്നും അതത് മാസങ്ങളിൽ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ കൃത്യമായി എത്തിക്കണമെന്നും കേന്ദ്രവിഹിതമായി അരിയും ഗോതമ്പും വിതരണത്തിന് ലഭിക്കാത്തത് മൂലം ജൂൺ മാസത്തെ വിതരണം 10/7/2020 വരെ നീട്ടിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് അബൂബക്കർ കൂട്ടായി, ഖാദർ കുഴിപ്പടിയിൽ, ഷാജി മുളക്കൽ, ബാബു തലക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് DYFI പ്രവർത്തകർ മൊബൈൽ ഫോണുകൾ നൽകി. ചമ്പ്ര AP സ്കൂൾ പ്രധാനാധ്യാപിക മിനിക്ക് ഫോണുകൾ കൈമാറി. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് DYFI ചമ്പ്ര സൗത്ത് യൂണിറ്റ് മൊബൈൽ ഫോൺ നൽകിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ സ്മാർട്ട് ഫോണുകൾ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ആഷിം ബാപ്പു ചമ്പ്ര AP സ്കൂൾ പ്രധാനാധ്യാപിക മിനിക്ക് കൈമാറി. ഡിവൈസ് കാണാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി DYFI ബ്ലോക്കിൻ്റെ ഒരു 3 മൊബൈലാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നേക്കുക. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 4 കുട്ടികൾക്ക് തീരെ ഇല്ലാത്തതും പിന്നെ 3-4 കുട്ടികൾക്ക് മൊബൈൽ കേടായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ നന്നായിട്ട് നല്ലൊരു ഉപകാരമാണ് നമുക്ക് സ്കൂളിലേക്ക് വേണ്ടി ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള PTA പ്രസിഡന്റ് സുബൈർ, സ്കൂൾ മാനേജർ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. DYFI ചമ്പ്ര സൗത്ത് യൂണിറ്റിൻ്റെ കീഴിൽ 9-9 വാർഡിൽ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഓൺലൈൻ പഠനം സൗകര്യമില്ലാത്ത 3 കുട്ടികൾക്കാണ്
ആദ്യഘട്ടം എന്നാണ് ഇത്തരത്തിലുള്ള 3 മൊബൈലുകൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇനി വെറും 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധിക്കണ മാതിരി ടീച്ചർ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റിലുള്ള കുട്ടികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകൂടി 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നതാണ്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മനീഷ്, യൂണിറ്റ് പ്രസിഡന്റ് നിഖിലേഷ്, നിതിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൺലൈൻ ക്ലാസുകൾ സൗജന്യമാക്കുന്നതിന് അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് MSF തിരൂർ എഒക്ക് നിവേദനം നൽകി. ശേഷം സമരപ്പൂക്കൾ കൈമാറി. ഡിജിറ്റൽ ഡിവൈസുകൾക്കും മറ്റും സൗകര്യങ്ങൾക്കും സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കാത്തത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് MSF നേതാക്കൾ പറഞ്ഞു. LDF സർക്കാർ തുടർന്ന വിദ്യാഭ്യാസ അവകാശ നിഷേധത്തിനെതിരെ വിദ്യാർത്ഥി വഞ്ചനയ്ക്കെതിരെ പ്രമേയമുയർത്തി MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരവാരത്തിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ AO ഓഫീസർമാർക്കും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കൾ നൽകി പ്രതിഷേധം നടത്തുന്നത്. നിങ്ങൾക്ക് ഇതിനിപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാമല്ലോ. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ കുട്ടികളുടെ മുന്നിൽ നമ്മളായിട്ട് ഒരു പ്രയാസം ഉണ്ടാക്കിയിരുന്നതല്ലാതെ ഓൺലൈൻ നമുക്കറിയാം, ഈ ജില്ലയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓൺലൈനിന് പുറത്താണ് നിൽക്കുന്നത്. 2Gയും 3Gയും വരെ കിട്ടാത്ത ഇടങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളുണ്ട്. ഇവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ വിദ്യാഭ്യാസം നിർബന്ധമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, സർക്കാർ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ ആർട്ടിക്കിൾ 21A പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ആക്ട് പാസ്സായിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു മാസം 1500 രൂപ ചിലവ് വരികയാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ. തൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ ഇതെല്ലാം ഈ പോരായ്മകൾ പരിഹരിക്കാതെ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകുന്നതിനെതിരെയാണ് MSF ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസുകൾ സൗജന്യമാക്കുന്നതിന് അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട MSF പ്രവർത്തകർ തിരൂർ എഒക്കാണ് നിവേദനം സമർപ്പിച്ചത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണും മറ്റു ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഇല്ലാതെ മാറി നിൽക്കുന്നത് വികസിത കേരളത്തിന് അപമാനകരമാണെന്നും പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അധ്യാപകരിൽ നിന്ന് AOമാർ ശേഖരിച്ച് സർക്കാർ സമർപ്പിച്ചിട്ടും സ്പോൺസർമാരെ കണ്ടെത്തി അധ്യാപകരോട് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശിക്കുന്നത് പ്രായോഗികമല്ലെന്നും നേതാക്കൾ പറഞ്ഞു. MSF ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കമറുസമാൻ, തിരുമണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, ഭാരവാഹികളായ റഷാദ് വെട്ടം, ഷഹീർ MK, ആഷിഖ് മരക്കാർ, റഹീസ് കൽപ്പകഞ്ചേരി, സഫ്വാൻ കൽപ്പകഞ്ചേരി തുടങ്ങിയ സമരത്തിന് നേതൃത്വം നൽകി. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DG കണക്ട് സ്മാർട്ട് ഫോൺ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് ഫോൺ ലൈബ്രറിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ കുട്ടികൾ വീടുകളിലിരുന്ന് തന്നെയാണ് പഠിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം സ്കൂളുകളിൽ എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരട്ടെ എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ എത്ര കാലം കൊണ്ട് വരുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ കഴിയാത്ത രൂപത്തിലാണ് മഹാമാരി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന രീതി കഴിഞ്ഞ തവണ അവലംബിച്ചിട്ടുണ്ട്. അത് ഡിജിറ്റൽ വിദ്യാഭ്യാസം നമ്മൾ തുടങ്ങിയ സമയത്ത് പ്രധാനമായും വിക്ടേഴ്സ് ചാനലിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് ടിവികളാണ്. TV ഇല്ലാത്ത വീടുകളിൽ TV വെച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനമാണ് കഴിഞ്ഞ തവണ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നടത്തിയിരുന്നത്. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ KP രമേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഓൺലൈനിലൂടെ കുട്ടികളിലേക്ക് അധ്യാപകർക്കും അധ്യാപകരിൽ നിന്ന് കുട്ടികളിലേക്കും തിരിച്ചും അധ്യയനവും അധ്യാപനവും നടക്കാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരേ ഒരു പരിഹാരമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നമുക്ക് നിർബന്ധമാണ് ഈ തരത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് വളരെ കൃത്യമായി ഉൾക്കൊണ്ട് എൻ്റെ അധ്യാപകരെ പറ്റി എനിക്ക് വളരെയധികം അഭിമാനം തോന്നും. കാരണം മാറിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം വളരെ എളുപ്പം തിരിച്ചറിയുകയും അതിലെ കൃത്യമായ ആവശ്യക്കാരെ കണ്ടെത്തുകയും അവർക്ക് തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ ചുമതല ഒരു സ്നേഹവായ്പായി എത്തിക്കുകയും ചെയ്ത തിരൂർ ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകരുടെ ഈ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങ് തീർച്ചയായും മഹനീയമാണ്. അതിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്നു. മൊബൈൽ ഫോൺ ലൈബ്രറിയിലേക്കുള്ള ഫോണുകൾ പ്രിൻസിപ്പൽ OA രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ വാർഡ് കൗൺസിലർ സരോജ ദേവി, PTA അംഗങ്ങളായ നൗഫൽ, വിനോദ് കുമാർ, വിശ്വനാഥൻ, ഷിയാബുദ്ദീൻ, റംല, നൗഫൽ, ആയിഷ, വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു. നിറമുതിർ പഞ്ചായത്തിലെ 3ാം വാർഡിലെ പട്ടേക്കുന്നത്ത് നടപ്പാത ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സേതിലവി ഉദ്ഘാടനം ചെയ്തു.
നിറമുതിർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ പാട്ടേക്കുന്നത്ത് നടപ്പാത യാഥാർത്ഥ്യമായി. നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പാതയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സൈദലവി നിർവഹിച്ചു. K. ഹസീന അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. പ്രേമ, സ്ഥിരം സമിതി അധ്യക്ഷൻ KT ശശി, PK അനിൽ, PK വിജേഷ്, PP ബഷീർ ഹാജി, പരമേശ്വരൻ, അനസ്, സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ മുനിസിപ്പൽ പരിധിയിൽ കിടപ്പിലായ രോഗികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിന് തുടക്കമായി ഘട്ടം ഘട്ടമായാണ് വീടുകളിലെത്തി വാക്സിൻ നൽകുന്നത്. തിരൂർ നഗരസഭാ പരിധിയിൽ കിടപ്പിലായ രോഗികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിന് തുടക്കമായി ഘട്ടം ഘട്ടമായാണ് വീടുകളിലെത്തി വാക്സിൻ നൽകുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ നഗരസഭ പരീക്ഷയുടെയും PP യൂണിറ്റിന്റെയും സഹകരണത്തോടു കൂടിയാണ് വാക്സിനേഷൻ നടക്കുന്നത്. തീർത്തും ശയ്യാവലംബരായ രോഗികളെ ഒരു കാരണവശാലും അവർക്ക് വന്ന് ചെയ്യാൻ പറ്റാത്ത രോഗികളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പാലിയേറ്റീവ് കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ അബ്ബാസും പ്രിയങ്കരായ ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഇന്ന് ഈ കുത്തിവെപ്പിൻ്റെ തുടക്കം കുറിച്ച് ഇത് ഘട്ടം ഘട്ടമായി നമ്മുടെ വാക്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ജീവനക്കാരുടെ സൗകര്യാർത്ഥവും ഒക്കെ പരമാവധി കിടപ്പ് രോഗികൾക്ക് കുത്തിവെപ്പ് നടത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി, JH ജെസി, പാലിയേറ്റീവ് നഴ്സുമാരായ അശ്വതി, അഞ്ജലി, സിന്ധു, നിസാർ VP തുടങ്ങിയവർ നേതൃത്വം നൽകി. കിടപ്പിലായ ആളുകളുടെ വീടുകളിൽ അവരെ ബെഡിൻ്റെ സൈഡിൽ പോയിട്ട് ചെയ്തിട്ട് അത് ഒബ്സർവ് ചെയ്തുകൊണ്ട്, അതായത് അവർക്ക് 15-20 മിനിറ്റിനോളം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം നമ്മൾ അവരെ വാക്സിൻ്റെ റിയാക്ഷൻസൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഘട്ടം ഘട്ടമായുള്ള രീതിയിൽ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മറ്റു വാക്സിനേഷൻ്റെ കൂടെ വാക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എല്ലാവർക്കും, അവർക്ക് കിടപ്പിലായിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വളരെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി പാലിയേറ്റീവിൻ്റെയും പരിരക്ഷയുടെയും അതുപോലെ തന്നെ നമ്മുടെ പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. തിരുപ്പൂക്കൽ സ്വദേശി പരേതനായ കുമാരന്റെ ഭാര്യ യശോദ നിര്യാതയായി. 90 വയസ്സായിരുന്നു. വേലായുധൻ, അയ്യപ്പൻ, ഷൺമുഖൻ, വാസുദേവൻ, ലക്ഷ്മി, സൗമിനി, വസന്ത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ മാർഗനിർദ്ദേശം പുതുക്കി. DPR 18 മുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണങ്ങൾ ഇളവ് നൽകേണ്ടതില്ലെന്ന് തീരുമാനം. വീണ്ടും കുതിച്ചുയർന്ന പ്രതിദിന രോഗികളുടെ എണ്ണത്തിനൊപ്പം ആശങ്കയും. കേരളത്തിൽ 13,550 രോഗികൾ, പരിശോധിച്ചത് 1,23,225 സാമ്പിളുകൾ. DPR 11%. 104 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 10,283 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം ഇരട്ടിയായി. 1,708 പേർക്ക് രോഗബാധ. DPR 11.97%. 923 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,151. മാസങ്ങളായി തുടരുന്ന കർഷക സമരത്തിന് പിന്തുണയുമായി ട്രേഡ് യൂണിയനും കർഷക സംഘവും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. താനൂരിലെ ഇടത് സഹയാത്രികൻ PP റൌഫ് മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാടെത്തിയ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് റൌഫ്. പല ജില്ലകളിലും കൃത്യമായ റേഷൻ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. പല താലൂക്കുകളിലും സപ്ലൈ ഓഫീസർമാർ വ്യാപാരികളെ ദ്രോഹിക്കുന്നതായും അസോസിയേഷൻ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.